السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون. صدق الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തിനെ പറ്റിയും അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ വലിയ പദവികളെ പറ്റിയുമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. ഇനി ഇത്രയും വലിയ ക്രൂരത ചെയ്ത, ഇത്രയും വലിയ വേദനകൾ പകർന്ന ഈ കൂട്ടം വിഭാഗം, ഈ വിഭാഗത്തിന്, ഈ നാട്ടുകാർക്ക്, ഈ രാജാവിനും രാജാവിന്റെ അനുയായികൾക്കും ആ നാട്ടിലെ ഏറ്റവും മോശക്കാരായ, നന്ദിയില്ലാത്ത, നന്മയുടെ കിരണം പോലും അടിച്ചു വീശിയിട്ടില്ലാത്ത ആ വിഭാഗത്തിന് അല്ലാഹു തആല എന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നത്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ. അവരെ എന്ത് ചെയ്തു എന്ന് അല്ലാഹു തആല പറയുന്നത് അവരെ അങ്ങേയറ്റം പരിഹസിച്ച് തരം താഴ്ത്തി അവർ ഒന്നുമല്ല എന്ന നിലയ്ക്ക് വരുത്തി തീർത്തുകൊണ്ടാണ് അവരെ എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് നമ്മളോട് അല്ലാഹു തആല പറയുന്നത്. കാരണം അല്ലാഹുവിന് അത്രേ ഉള്ളൂ ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ കരുതിയാൽ നശിപ്പിക്കാൻ. നിസാരത്തിൽ നിസാരം. വമാ അൻസൽനാ അലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയുടെ മേൽ നാം ഇറക്കിയിട്ടില്ല, അതായത് ഹബീബുൻ നജ്ജാറിന്റെ നാട്ടുകാരുടെ മേൽ നാം ഇറക്കിയിട്ടില്ല, മിൻ ബഅദിഹി, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം, ഹബീബുൻ നജ്ജാർ മരിച്ചതിന് ശേഷം ഹബീബുൻ നജ്ജാറിന് വേണ്ടി ആ നാട്ടുകാരോട് പകരം ചോദിക്കാൻ നിന്നിട്ടില്ല. മിൻ ജുൻദിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് പട്ടാളത്തെ ഇറക്കിയിട്ടല്ല അവരെ നശിപ്പിച്ചത്. പട്ടാളത്തെ ഇറക്കിയിട്ടില്ല. ആ വിഭാഗത്തെ, ആ നാട്ടുകാരെ നശിപ്പിക്കാൻ അല്ലാഹുവിന് പട്ടാളത്തെ ഇറക്കേണ്ടി വന്നില്ല. വമാ കുന്നാ മുൻസിലീൻ, നമുക്ക് അങ്ങനെ ഒരു പതിവുമില്ല, അങ്ങനെ ഇറക്കുന്ന ഒരു പതിവും നമുക്കില്ല. അല്ലാഹു പറയുകയാണ് മിൻ ജുൻദിൻ മിനസ് സമാ, അതായത് അൽ മലായിക, മലക്കുകളെ ഇറക്കി അവരെ നശിപ്പിക്കേണ്ട ഒരു ഗതി അല്ലാഹുവിന് വന്നിട്ടില്ല. ഇൻ കാനത് ഇല്ലാ സൈഹത്തൻ വാഹിദ, ആ സംഭവമായിരുന്നില്ല. പിന്നെ അവരെ നശിപ്പിച്ച സംഭവം എന്താണ്? ആ പണിഷ്മെന്റ് ആയിരുന്നില്ല. ഇല്ലാ സൈഹത്തൻ വാഹിദ, ഒരു വലിയ അട്ടഹാസമല്ലാതെ, ഒരു വലിയ ഉദ്ഘോഷമല്ലാതെ, ഒരു കേവലം ഒരു സ്ഫോടനമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. മലക്കുകളെ, ആയിരക്കണക്കിന് വരുന്ന മലക്കുകളെ ഇറക്കിയിട്ട് നശിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. മറിച്ച് അവരെ നശിപ്പിച്ചത് കേവലം ഒരു സ്ഫോടന വസ്തുവിനെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഫോടനം കൊണ്ട്, ഒരു ഉദ്ഘോഷം കൊണ്ട്, ഒരു വലിയ ഒരു അട്ടഹാസം പുറപ്പെടുവിച്ചു കൊണ്ടാണ് അവരെ അല്ലാഹു തആല നശിപ്പിച്ചത്. ഫഇദാ ഹും ഖാമിദൂൻ,
അവർ മുഴുവനും വികാരവേഷത്തിൽ ഉറഞ്ഞു തുള്ളുന്ന അവർ മുഴുവനും ഫഇദാഹും ഖാമിദൂൻ, ആ സമയത്ത് സാക്കിനൂന മയ്യിത്തൂൻ, അവരെന്തായി പോയി? നിശ്ചലമായി പോയി, മയ്യിത്തുകളായി പോയി. മയ്യിത്തുകളായ നിശ്ചല അവസ്ഥയിലായിപ്പോയി അവർ മുഴുവനും. അവർ നശിച്ചുപോയി, അവർ മുഴുവനും കെട്ടടങ്ങിപ്പോയി എന്നാണ് പരിശുദ്ധമായ ഖുർആൻ. ഹാമിദൂൻ, അവർ മുഴുവനും ആ ഒരു ശബ്ദത്തിൽ കെട്ടടങ്ങിപ്പോയി, അവരെ ആ രൂപത്തിൽ പരാജയപ്പെടുത്തി നശിപ്പിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതി വെക്കുകയാണ്. ആലോചിച്ചു നോക്കിക്കേ, അല്ലാഹു തആല അവരെ അങ്ങ് ഒരു വലിയ അട്ടഹാസം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? അല്ലാഹ് അങ്ങനെ പറഞ്ഞില്ല. എന്താ അങ്ങനെ പറയാത്ത കാരണം? ഇങ്ങനെ എനിക്ക് ആ വിഭാഗത്തെ നശിപ്പിക്കാൻ ഒരു വലിയ സംഘത്തെ ഇറക്കേണ്ടി വന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? അവർ ഈ കാലം അത്രയും കാട്ടിക്കൂട്ടിയ അഹങ്കാരത്തിന്റെ വാക്കുകൾ. ഇത്രയും നാൾ പ്രവാചകന്മാർ നല്ല സന്ദേശം പകർന്നു കൊടുത്തപ്പോ അവർക്കെതിരെ മുന്നിട്ട് നടന്ന, അല്ലെങ്കിൽ അവർക്കെതിരെ ആഞ്ഞടിച്ച അക്രമങ്ങൾ അത്ര വലുതായിരുന്നു. അങ്ങനെ ആക്രമിക്കുന്നവരെ, അഹങ്കാരം കാണിക്കുന്നവരെ, അങ്ങനെ അക്രമം അഴിച്ചുവിടുന്നവരെ, ദീനിൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരെ നശിപ്പിക്കാൻ അള്ളാഹുവിന് നിസ്സാര സമയം മതി എന്നുള്ളതാണ് അതിന്റെ ആകെത്തുക. എന്തിനു വേണ്ടി അള്ളാഹ് അങ്ങനെ പറഞ്ഞത്? തഹ്ഖീറുൻ ലഹും, അവരെ നിസ്സാരന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയോ വലിയ പടയാളികൾ, എത്രയോ വലിയ ധീരന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ പാപം പ്രവാചകന്മാർ അവിടെ ചെന്നപ്പോ അവരെ അടിക്കാനും കുത്താനും തൊഴിക്കാനും ജയിലിലടയ്ക്കാനും അവരെ തരം താഴ്ത്താനും മാട്ടിയോട്ടിക്കാനും എത്രയോ ആളുകൾ വലിയ നേതാക്കന്മാരായിട്ട് ധീരന്മാരായിട്ട് മുമ്പിൽ നിന്നു. അവരൊക്കെ എവിടെ പോയി? അതാ തഹ്ഖീറുൽ ലഹും, അവരെ നിസ്സാരന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്. വത്തസ്ഗീറുൽ ലിശഅനിഹിം, ഇതേ അള്ളാഹുവിനൊരു ചെറിയ കാര്യമാണ്. അവരെ ഈ വിഷയം ഒരു ചെറിയ കാര്യമാണ്. മാത്രമല്ല അള്ളാഹു അങ്ങനെ മലക്കുകളെ ഇറക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് ലം യഹ്തജ് ഫി ഇഹ്ലാകിഹിം ഇലാ ഇർസാലി ജുനൂദിൻ മിനൽ മലായിക, അങ്ങനെ ഒരു ആവശ്യം അള്ളാഹുവിനില്ല. മലക്കുകളെ ഇറക്കിയവരെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മുഫസ്സിറുകൾ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന് വമാ കുന്ന മുൻസിലിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്കങ്ങനെ ഇറക്കുന്ന ഒരു രീതിയില്ല എന്നുള്ളതാണ്. അപ്പോ ബദറിൽ ഇറങ്ങിയ മലക്കുകളോ മറ്റനേകം ഘട്ടങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരതി നോക്കിയാൽ ശത്രു സൈന്യത്തോട് നേരിടുന്ന സമയത്ത് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായം ഇറങ്ങിയിട്ടുണ്ടല്ലോ. മലക്കുകളെ കൊണ്ടും ആനപ്പടയെ നശിപ്പിച്ച സംഭവമൊക്കെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ആനപ്പട. അപ്പോ അതൊക്കെ ഇറക്കിയ ആ ഒരു സഹായമൊക്കെ പിന്നെ എന്തിന്റെയാണ്? ബദറിൽ മലക്കുകൾ ഇറങ്ങിയല്ലോ. ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനാൽ, അവർ കൊണ്ട് തലയിൽ കെട്ട് പുറകിൽ വാലുമായി. അപ്പോ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് ബദറിൽ. അത് പിന്നെന്തിനാണ്? അല്ലാഹു തആല വമാ കുന്ന മുൻസിലീൻ എന്ന് പറഞ്ഞു. മലക്ക് അങ്ങനെ ഇറക്കുന്ന രീതി നമുക്കില്ല എന്ന് പറഞ്ഞത് എന്താണ്? ബൽ നുഹ്ലികുഹും ബിസൈഹത്തിൻ വാഹിദത്തിൻ മസലൻ ഫി യൗമി ബദർ ബി അന്ന ഇൻസാലഹും ഇക്റാമൻ ലിന്നബി വസഹബി. അത് അവരെ സഹായിക്കാൻ എന്ന ഒരു നിലയ്ക്ക് ഇറങ്ങിയതല്ല. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചുകൊണ്ട് മുത്തുനബിയുടെ സ്വഹാബത്തിനെ ഇക്റാമ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. അല്ലാഹു തആല ബദറിൽ ഇറക്കിയത് അത് ആ ശത്രു സൈന്യത്തെ അല്ലാഹുവിനും പ്രവാചകനും സ്വഹാബത്തിനും പരാജയപ്പെടുത്താനുള്ള കഴിവ് അല്ലാഹുവിന് കൊടുത്താൽ മതിയായിരുന്നു. മലക്കുകളെ ഇറക്കി എന്തിനു വേണ്ടിയിട്ടാ? നബിതങ്ങളെയും സഹാബത്തിനെയും ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഇറക്കിയതാണ് ആ
മലക്കുകളെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെങ്ങനെ ഒരു വിഭാഗത്തെ, ഒരു നാടിനെ, അല്ലെങ്കിൽ ഒരു നാട്ടുകാരെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു വലിയ സമക്ഷത്തെ നശിപ്പിക്കാൻ അള്ളാഹുവിന് ഒരു നിസാര സമയം മതി. ഇതുപോലെയുള്ള ഒരു വലിയ അട്ടഹാസം, ഒരു ഉദ്ഘോഷം മതി അള്ളാഹുവിനെ നശിപ്പിക്കാൻ. അങ്ങനെ അവർ ഖാമിദൂൻ, അവർ അതിൽ കെട്ടടങ്ങിപ്പോയി എന്ന്, അങ്ങനെയാണ് പ്രയോഗം. അവരതിൽ കെട്ടടങ്ങിപ്പോയി, അവരുടെ അഹങ്കാരവും അവരുടെ എല്ലാം കെട്ടടങ്ങിപ്പോയി. അക്രമത്തിലൂടെ, ഒരു പരീക്ഷണത്തിലൂടെ, ഒരു അള്ളാഹുവിന്റെ വലിയ പരീക്ഷണം അള്ളാഹു അവർക്ക് നൽകി. എന്തിനു വേണ്ടി? ദീനിനെതിരെ പൊരുതിയതിന്റെ പേരിൽ, ദീനിനെ കളവാക്കിയതിന്റെ പേരിൽ, ദീനിനെ നശിപ്പിച്ചതിന്റെ പേരിൽ, പരിശുദ്ധമായ ദീനിന്റെ സതുപദേശത്തെ ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ. അല്ലാഹു തആല നന്മയിലായി ജീവിച്ച് നന്മയിലായി മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്ത് യാസീന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്ത് നടത്തി ഖൈറിലാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി